തലവാടിയിൽ നിന്ന് ഡാനിയായിട്ട് പോയ ട്രിപ്പിന്റെ പാർട്ട് 2 ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സ്പോട്ടിലെത്തിയപ്പോൾ തന്നെ അവിടെയുള്ള ബാക്കി വണ്ടികളെല്ലാം സെലിബ്രേഷനും കാര്യങ്ങളെല്ലാം ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒട്ടും നേരം വയ്ക്കാതെ വണ്ടി നേരെ ഗ്രൗണ്ടിലേക്ക് കയറ്റിയിട്ട് നമ്മുടെ കലാപരിപാടികൾ കണ്ടു തുടങ്ങി. അവിടുത്തെ ടീമിന്റെ കാര്യം എന്തായാലും എടുത്തു പറയാനേ വേണം. വേറെ ലെവൽ ടീമേനി. അവർ പടക്കത്തിനും കാര്യങ്ങളും സെലിബ്രേഷനും വേണ്ടി മാത്രം തന്നെ ഒരു 50,000 രൂപയെങ്കിലും ഫയർ വർക്സിൽ പൊട്ടിച്ചിട്ടുണ്ടാവും. അത്രയേറെ സാധനങ്ങളുണ്ടെനി വണ്ടിന്റെ മുന്നിൽ വെച്ച് പൊട്ടിക്കാനും കത്തിക്കാനായിട്ട്. അതിനുവേണ്ടി തന്നെ നമ്മളൊരു 1.5 മണിക്കൂർ അവിടെ ഷോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റത്തെ സെലിബ്രേഷനും കാര്യങ്ങളെല്ലാം നമ്മൾ സൈഡിൽ ഒതുക്കിയിട്ട് വണ്ടി നേരെ വാഷ് ചെയ്യാൻ കൊണ്ടുപോവാണ്. വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം വണ്ടിയുടെ അലങ്കാര പരിപാടികളെല്ലാം തുടങ്ങാൻ. ഈ മച്ചന്മാരെല്ലാവരും കൂടിയാണ് നമ്മളെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തത്. ഇവരുടെ എല്ലാവരും ടീം വർക്കും കോർഡിനേഷനും കൊണ്ട് തന്നെ അവിടുത്തെ കലാപരിപാടികളും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. നമ്മളങ്ങനെ അവരുടെ ഒരു കൃഷിയിടത്തിലേക്ക് എത്തിയ പാടന്നെ മൊബൈൽക്ക് വണ്ടി കാര്യങ്ങൾ കേൾക്കാനുള്ള പരിപാടിയാണ് തുടങ്ങി. അങ്ങനെ നമ്മളൊന്ന് കുളിച്ച് ഫ്രഷ് ആയി വന്നപ്പോഴേക്ക് തന്നെ ഇവർ വണ്ടിയിലുള്ള ഡെക്കറേഷൻ വർക്കും കാര്യങ്ങളൊക്കെ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വണ്ടി അവിടെ നിന്ന് നേരെ നല്ല പൂവും കാര്യങ്ങളെല്ലാം വെച്ച് അലങ്കരിച്ചതിന് വേണ്ടി ഇനി നേരത്തെ പോയ അതേ ഗ്രൗണ്ടിലേക്ക് വീണ്ടും പോവുകയാണ്. ഇവിടെ എല്ലാ വണ്ടികളും നല്ല ആദ്യമർന്ന നല്ല ആഘോഷ പരിപാടികളാണ്. ഇവിടെ തമിഴ്നാട് വണ്ടികൾ, കർണാടക വണ്ടികൾ, കേരള വണ്ടികൾ എന്നീ തുടങ്ങിയിട്ടുള്ള അടിപൊളി എല്ലാ കൊമ്പന്മാരും ഉണ്ടായിരുന്നു. നമുക്ക് പിന്നെ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ നമ്മൾ മെല്ലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്ന് വെച്ചുകൊണ്ട് ആ പരിപാടികളാണ് തുടങ്ങി. അതേ ടൈമിലാണെങ്കിൽ നമ്മുടെ ടീം നമ്മുടെ വണ്ടിയും കാര്യങ്ങളെല്ലാം പൂജിച്ചുകൊണ്ടിരിക്കേണ്ടായിരുന്നു. അങ്ങനെ പൂജയ്ക്ക് ശേഷം വീണ്ടും ചെറിയ ആഘോഷ പരിപാടികളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞാണ്ട് നമ്മൾ നേരെ വണ്ടി എടുത്ത് ശബരിമലയ്ക്കാണ്ട് വെച്ച് പിടിച്ച്. അങ്ങനെ നമുക്ക് പിറ്റേ ദിവസം വേറെ പരിപാടിയെല്ലാം ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ പാലിയേക്കര ഇറങ്ങിയിട്ട് ഡാനിനെയും പറഞ്ഞയച്ച് മാഫിയയിൽ നേരെ കയറി നാട്ടിലേക്ക് വരുന്നു. അപ്പോൾ ഒക്കെ ബൈ എത്ര ഉള്ളൂ.